സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യബുദ്ധയെ നമിച്ചുകൊണ്ടും വേദിയിലും സഹസ്രിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മുടെ സർവസ്വമായ ഗുരു നവപൂജിതനായി 99 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഗുരുജയന്തിയായി 98 വർഷം. ഇത് രണ്ടും വലിയ തലവേദനയാണ്. മുനുശ്രീ ഇപ്പോൾ വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ജന്മദിനവും നവപൂജയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താരും ഒന്നും പറയാത്ത ആർക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ തലയിൽ വലുതും കയറിയിട്ടുണ്ടെങ്കിൽ ആരും ഇപ്പോൾ പറയാം. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ലേ? ഞാനത് വ്യക്തമായ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഫ്രണ്ടിലിരുന്നിട്ട് ഇപ്പോഴാണ് നവപൂജിതം എനിക്ക് മനസ്സിലായതുകൊണ്ട് 2 മെസ്സേജ് എനിക്ക്. പിന്നെ പലവരും മെസ്സേജ് അയച്ചു, സ്വാമി നവപൂജിതം മനസ്സിലായി. പക്ഷെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറയണം അത് അതോടുകൂടി പോയി, 1 ആഴ്ച കഴിഞ്ഞില്ലേ എന്ന്. അല്ലേ? നമ്മൾ ഏത് കാര്യം അറിഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലേക്ക് പോവാത്തതിൻ്റെ പ്രധാന കാരണം ചതുരുകങ്ങളായി വന്ന തെറ്റാണെന്നാണ് ഗുരു പറഞ്ഞു. ഇതേ ചോദ്യം പലപ്പോഴും നമ്മൾ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരു വിവരമില്ലാത്ത, ഒരു അറിവുമില്ലാത്ത നമ്മളെപ്പോലെ ആൾക്കാർ ഗുരുവിൻ്റെ കാലിൽ വീഴുമ്പോൾ, ഗുരു പറയുന്നതെല്ലാം അനുസരിക്കുമ്പോൾ, ഗുരുവിനെ ദർശനത്തിൽ കണ്ടുവന്നവർക്ക് പോലും ഗുരുവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഗുരുവിനെ കാണാം. അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ, അവിടുത്തെ പൂജ ചെയ്യുന്ന ആൾ പോലും ദിവസങ്ങളായി ഗുരുവിനെ കാണുകയും ഗുരു എന്തെങ്കിലും ഒരു ദിവസം അവിടെ വരുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയും, പലപ്പോഴും അദ്ദേഹം പല ശൂന്യഭാഗത്ത് പോയി നമസ്കരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരിക്കൽ ഗുരു അവിടെ പോയപ്പോഴാണ്, തൊട്ട കടയിൽ പോയി ചോദിച്ചിട്ടാണ് അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ആ ജീൻസ് പാൻറ് ഇട്ട ആളുടെ തൊട്ട് ശാന്തിഗിരിയിൽ ആര് നിൽക്കുന്നുണ്ട്? മഠാധിപതി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗുരുവിൻ്റെ കാലിൽ വീട്. പക്ഷെ അദ്ദേഹം വിശ്വാസിയായോ? ആയോ? ഇല്ല. എന്നാൽ നമ്മളെപ്പോലെ ഒരു അറിവുമില്ലാത്ത, ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാത്ത നമ്മൾ വലിയ വിശ്വാസികളായി. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ചോദ്യങ്ങളാണ്. ഞാനിതെല്ലാം ഗുരുവിനോട് ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ്. അപ്പോൾ യുഗങ്ങളായിട്ട് ദൈവത്തിൻ്റെ കാരുണ്യം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നാം. അതാണ് ആ ഗുരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അന്ധരായ ഒരു സമൂഹം. ആ അന്ധരായ സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ആചാര്യന്മാരെയും ഈ ഗുരുക്കന്മാരും വരുമ്പോൾ അവരുടെ പേരിൽ മതമുണ്ടാക്കി തമ്മിത്തല്ലാണ് നമ്മുടെ പണി. ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ മറ്റ് മതങ്ങളിലെ ആൾക്കാർ ഇത് പുച്ഛമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും എനിക്ക് ഫോൺ വരാറുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇന്ന് തന്നെ ഇപ്പോൾ ഒരാൾ, പേര് പറയുന്നില്ല, ആൾക്ക് മനസ്സിലാവും, അദ്ദേഹം എന്ന് വന്നു, വൈഫ് എവിടെയെന്നൊക്കെ ചോദിച്ച് പറഞ്ഞു, ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മറഡോണിയും വിലയൊക്കെ അവിടേക്ക് വരും. അല്ലേ? വരില്ലേ? മറഡോണിയും വിലയൊക്കെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ, അവരുടെ മതം അത് വിലക്കുന്നു. ആരുടെ മതമാണ്? അല്ലേ? അതിന് കാരണം ഇതിനെക്കുറിച്ചൊരു അറിവ് നമുക്കില്ല. ഓരോ ആചാര്യന്മാർ വന്നപ്പോഴും നല്ലതും ചീത്തയുമായ കുറേ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ആർക്കും തന്നെ സ്വർഗ്ഗലോകത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യം പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എനിക്ക് പറഞ്ഞുതരാം. ആരും പറഞ്ഞിട്ടില്ല. കുറച്ചെങ്കിലും പറഞ്ഞത് ശ്രീകൃഷ്ണ പരമാത്മാവ് മാത്രമാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുണ്യം നശിക്കുമ്പോൾ സ്വർഗത്തിന് തിരിച്ച് എവിടെ വരണം? മൃത്യുലോകത്തിൽ വന്നേ പറ്റൂ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യവും ലോകത്താരും പറഞ്ഞിട്ടില്ല. കാരണം ഗുരു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് 25 ചതുരങ്ങൾക്ക് മുമ്പ് വന്നൊരു മഹാത്മാവിൻ്റെ തെറ്റിൻ്റെ പേരിലാണ് ഈ അന്ധത വന്നത്. 3 ചതുരകം ഭൂമി ഓഫാക്കിയിട്ടു എന്നാണ് ഗുരു. ഈ ദർശനമുള്ളവർ നോക്കുമ്പോൾ ഈ 3 ചതുരവും ഇരുണ്ട ലോകമാണ്. അതെല്ലാ മതത്തിലും അത് പറയുന്നുണ്ട്. പിന്നെയാണ് ആദ്യം ഔവ്യം വന്നു എന്നും ദൈവം ആദ്യം സൃഷ്ടി തുടങ്ങിയെന്നൊക്കെ പറയുന്നത്
ഈ ഒരു ഗ്യാപ്പിന് ഇവിടെ ആർക്കും, പിന്നീട് വന്നവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ അപ്പുറം കടന്നു പോകാൻ പറ്റുന്നില്ല. ഇത് കടന്നു പോകാൻ പറ്റാതായപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അന്തരീക്ഷം ഇപ്പോൾ സാറ് വായിച്ചതുപോലത്തെ പലതും കൊണ്ട് നിറയുകയാണ്. ഇതിലൂടെ ജനിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ എല്ലാ ദാരിദ്ര്യം. ഇതിലൂടെ ജനിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് രോഗം. ഇതിൻ്റെ കൂടെ ഫലിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ എത്ര എന്ത് കാര്യം ചെയ്താലും ഫ്ലറിഷാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഗുരുവിനെയും മനസ്സിലാക്കാത്തത്. ഗുരുവിന് നമ്മുടെ മുന്നിൽ നമുക്ക് വന്നിട്ട് ആ ധർമ്മത്തിൽ ഗുരുവിനെ എടുക്കാൻ പറ്റാത്തത് ഈ കറുത്ത യുഗത്തിൻ്റെ കാലത്തിൻ്റെ ബാക്കി പത്രമായി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വന്നിരിക്കാത്തത്. നിങ്ങളൊക്കെ പറയുന്നില്ലേ? അതൊക്കെ അപ്പോൾ മാഷ് വളരെ ദുഃഖിച്ചു. എന്താ അതിൻ്റെ കാരണം? നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള തെറ്റിൻ്റെ ഫലമായി ജനിച്ച കുട്ടികൾ ഇതനുസരിക്കില്ല. നമ്മൾ മതം നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ ജാതി നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ ജാതകം നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ അവരുടെ ധർമ്മത്തിലുള്ള ദുർദേവതകളെ ആരാധിച്ച ജീവിതചര്യ ഞാൻ കൊണ്ടുവന്നു. അപ്പം എൻ്റെ ജീവനിൽ പുണ്യമില്ലാതായപ്പോൾ എനിക്ക് മാനസിക രോഗം വന്നു, തെറ്റായ ചിന്ത വന്നു, തെറ്റായ ധർമ്മം വന്നു, നല്ലത് കണ്ട എനിക്ക് മനസ്സിലാവാതെ. ഇതിനെ എങ്ങനെ തിരുത്തണമെന്ന് എത്രയോ മഹാത്മാക്കൾ വന്ന് നോക്കിയിട്ടും കിട്ടിയില്ല തിരുത്താൻ. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും അടുത്ത കാലത്ത് ഞങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ കണ്ണൂരിലൊരു സത്സംഗത്തിൽ പറഞ്ഞിരുന്നു, പന്മന തറവാട്ടിൻ്റെ അതിൽപ്പെട്ട ഒരു വ്യക്തി, അത് പലവരും എഴുതിയിട്ടുണ്ട്, ആ വ്യക്തി ഗുരുവിനോട് വന്ന് പറഞ്ഞ വാക്കാണ്. എന്താണ്? ചട്ടമ്പി സ്വാമിക്ക് എല്ലാം കിട്ടി, ഞങ്ങൾ നശിച്ചു. ഗുരുവിൻ്റെ രൂപമൊക്കെ കൊണ്ട് മാറി. ഗുരു എണീച്ചു നിന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് മനസ്സിലായടാ ചോദിച്ചു. നിൻ്റെ കുടുംബത്തിൻ്റെ ഗതികേട് കണ്ടിട്ടാണ് അദ്ദേഹം അവിടെ വന്ന് കിടന്നത്. എവിടെ? പന്മന തറവാട്ടിൽ വന്ന് കിടന്നത്. അദ്ദേഹത്തിന് തിരുത്താൻ അറിയില്ല. ഇതെങ്ങനെ, ഈ ഗതികേടിനെ എങ്ങനെ മാറ്റണമെന്ന് ഏതിൽ പിടിച്ചിട്ടും അത് തിരുത്തപ്പെടുന്നില്ല. അതിനുവേണ്ടി കുറേയെല്ലാം ചെയ്തു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഗുരു പറഞ്ഞു. യേശു ക്രിസ്തുവിന് സാധിച്ചില്ല. മുഹമ്മദ് നബി ഇവിടെ വെച്ച് എന്ത് ചെയ്തു? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, വേറെ വഴിയില്ല. നമ്മുടെ വീട്ടിൽ ഓരോ സംഭവം നടക്കുന്നതും നിങ്ങൾ ഇതിനടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അത് ഇന്ദിരാഗാന്ധിയുടെ മരണം വരെ, രാജീവ് ഗാന്ധിയുടെ മരണം വരെ എടുത്ത്, ഇവരുടെ സഞ്ജയ് മരണം വരെ നിങ്ങൾ എടുത്തോ. ഇതെല്ലാം ഇങ്ങനെ വന്നിട്ടുള്ള ഗതികേടാണ്. ഇത് ഈ അന്തരീക്ഷത്തിൽ മലിനമായി നിൽക്കുകയും ഇവരെ അന്തർയാമികളാണെന്നും ഇവരെ പല മഹാത്മാക്കളും പല രീതിയിലും ദുഃഖിച്ചിട്ടാണ് വിളിച്ചത്. നമ്മളും അങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ദുരിതം കയറി വരികയും നമ്മുടെ മക്കളെല്ലാം ഈ പറഞ്ഞ വിഷമത്തിൽ അല്ലെങ്കിൽ അപമൃത്യു മരിച്ചു പോകുമ്പോൾ, അപ്പോൾ പറഞ്ഞില്ല ആത്മഹത്യ, ആക്സിഡൻറ്റ് അല്ലേ? കുമാരനാശനെ രക്ഷിക്കാൻ എത്ര പ്രാവശ്യം നോക്കി ശ്രീനാരായണ ഗുരു? അറിയോ? 2, 3 പ്രാവശ്യമൊക്കെ നോക്കി. അവസാനം എന്ത് സംഭവിച്ചു? അപമൃത്യു അല്ലേ? ഇതുപോലെ നിങ്ങൾ പഠിക്കണം. ഇത് നമുക്കും ബാധകമാണ്. അപ്പം നമ്മുടെ ഇതുപോലത്തെ ദുർമായ ഈ അന്തരീക്ഷത്തിനെ ശുദ്ധീകരിക്കാൻ ഒരു വഴിയുമില്ലാതായപ്പോഴാണ് സപ്തഋഷികൾ ഉൾപ്പെടെയുള്ളവർ യാചിച്ചു എന്നാണ് പറഞ്ഞത്. ആരോടാ യാചിച്ചത്? ബ്രഹ്മത്തിനോട് യാചിച്ചു എന്നോ, ദൈവത്തോട്. അന്ന് ദൈവം കാരുണ്യ സ്വരൂപനായി ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരാണ് എന്ത്? നവപൂജിതം. അതാണ് ഗുരുവിൻ്റെ അമ്മ പറയുന്നത്. ഞാൻ എൻ്റെ സ്വാമി മോനെ ഗർഭമായിരിക്കുമ്പോൾ അനേക കൂടി മഹാത്മാക്കൾ വന്ന് എന്നെ നമസ്കരിക്കും. അനേകം തലമുട്ടയടിച്ചവർ, സന്യാസിമാർ, സ്ത്രീകൾ അല്ലേ, തലയെ കെട്ടിയവർ, ആകാശത്തുകൂടെ വരുന്നവർ, നിലനിൽക്കുന്നവർ, പോകുന്നവർ, അങ്ങനെ കോട്ടിക്കണക്കിന് പേര് ഇങ്ങനെ വരും. അപ്പം ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല ഇതെന്താണ്. അതിൽ 3 സ്ത്രീകളും ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലത്തെ സത്സംഗത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഗുരുവിൻ്റെ അമ്മയെ എവിടെ കൊണ്ടുവന്നു? എറണാകുളം ആശ്രമത്തിൽ കൊണ്ടുവരികയാണ് ഗുരുവിനെ കാണിക്കാൻ. അപ്പോൾ ആ അമ്മ ആരെയാണ് കൂടുതൽ നോക്കിയത്? ശിഷ്യഭൂതിയെ നോക്കിയത്. കാരണം എന്താ? ഈ അമ്മ കാണുമ്പോൾ ഈ 3 കുട്ടികൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരു വരുന്നതിന് വരും. അതിനു മുമ്പ് തന്നെ മഹാഗുരുക്കന്മാരെല്ലാവരും ഇതിനു വേണ്ടി അണിനിരകയാണ്. ശ്രീകൃഷ്ണനെ പോലെ മഹാത്മാക്കൾ. എന്തിനാ? അവർക്ക് പോലും മോചനം കിട്ടാതെ മരണപ്പെട്ടു. ശ്രീകൃഷ്ണൻ എങ്ങനെ മരിച്ചത്? ആലോചിച്ച് നോക്കണം. ബ്രഹ്മാസ്ത്രം വരെ തടുക്കാൻ കഴിവുള്ള, നാഗാസ്ത്രം വരെ തടുക്കാൻ കഴിവുള്ള അതിഗംഭീരനായ അദ്ദേഹത്തിന് ഒരു വേടൻ്റെ അമ്പ് എന്തായി? മരണത്തിന് കാരണമായി. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. ഗുരു അതാ പറഞ്ഞു, ഒരു സെക്കൻഡ് മതി നിങ്ങളുടെ വീട്ടിൽ അടി ഉണ്ടാവാൻ. ഒരു സെക്കൻഡ് മതി എന്നാ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും മക്കളും നമ്മൾ തല്ലുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അമ്മയെ തല്ലും മക്കൾ. എടാ അതൊരു ഗതികേടാവും. അത്രയും ഈ സൂക്ഷ്മഭാവം എന്താണ്? മലിനപ്പെട്ട് കിടക്കുകയാണ്, അന്തരീക്ഷ മലിനമായിട്ട്. ഒരു ആചാര്യനും ഒന്നും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനാണ് ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷപ്പെട്ടതിന് എന്താ വിളിക്കുക? നവപൂജിതം. നീ മറക്കരുത് ദയവ് ചെയ്തിട്ട്. ബ്രഹ്മം മനുഷ്യ സ്വരൂപം എടുത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? സാധാരണ മനുഷ്യന്മാർ, സാധാരണ രീതിയിലുള്ള മഹാത്മാക്കൾ ജനിച്ചാൽ അവര് 1 വർഷം കഴിയുമ്പോഴാണ് അവരെന്ത് വിളിക്കുക? ജന്മദിനം എന്ന് വിളിക്കുക. എന്നാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? നവപൂജിതം. അതുകൊണ്ടാണ് 1 വ്യത്യാസം വരുന്നത് നമ്പറിൽ. അങ്ങനെ ജനിച്ച ഗുരുവിനെ ദൈവം വളരെ സൂക്ഷിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോയത്. പലപ്പോഴും പല അപകടങ്ങളും ഗുരുവിനെ തീർക്കാൻ വേണ്ടി. അതാണ് ഗുരുവിനെ പല ജീവിതത്തിൽ ജനിച്ചപ്പോൾ തന്നെ ഗുരുവിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. സൂക്ഷ്മഭാവം ശ്രീകൃഷ്ണനെ പറ്റി അതേപോലെ. അതുകൊണ്ടാണ് പട്ടാളത്തിൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഗന്ധർവൻ ഗുരുവിനോട് ചോദിച്ച ചോദ്യം എന്താ? ആദ്യം ഗുരുവിനെ കുറേ തെറി വിളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഒതുങ്ങാൻ തുടങ്ങി. ദാ ശിവൻ വരുന്നു, സകല മഹാത്മാക്കൾ നിന്നെ ഒന്ന് നമസ്കരിക്കുന്നു, നീ ആരാണ്? കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ആ സ്വരൂപം ചോദിക്കുന്ന ചോദ്യമാണ്, നീ എപ്പോൾ, എവിടെ, എങ്ങനെ ജനിച്ചു എന്നാലോചിച്ച് നോക്കണം. ഒരു തട്ടിന് അവിടെ കാണുന്ന മതിലിനെ തട്ടി തെറിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു അവിലെടുത്ത് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറുകയാണ്. അറിയോ? ആയത് അങ്ങനെ പട്ടരാമകൃഷ്ണൻ അങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊല പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് അവസാനത്തെ പഴമുണ്ടല്ലോ അത് കടിച്ച് ആർക്ക് കൊടുത്താൽ അവർ അസുഖം മാറും. അത്ര വലിയ അദ്ദേഹത്തിന്. അതുകൊണ്ട് എന്താ പറയുക, ഈ പറയുന്ന പലവരും ഇദ്ദേഹത്തിനെ കാണാൻ വരും. എന്തുകൊണ്ട്? ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനത്തെ അവരും വാങ്ങി കഴിക്കുമ്പോൾ അസുഖം മാറും. ഒരത്ഭുതം പോലെ അതിന് വരുന്ന സമയത്ത് ഗുരു ഒന്നും ചെയ്തില്ല, സ്വസ്ഥായിട്ടിരിക്കുകയാണ്. വീണ്ടും ചോദിക്കുകയാണ്, എന്താ കാരണം? ഗുരു വരുന്നത് ആരും അറിഞ്ഞില്ല. അതാണ് ദൈവത്തിൻ്റെ കരുതലെന്നാണ് ഗുരു പറഞ്ഞത്. എന്നാൽ അവിടങ്ങളിൽ ദൈവം ഗുരുവിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പല അപകടങ്ങൾ വന്നു കയറിയ സമയങ്ങളിൽ ഒരു പെൺകുട്ടി 2, 3, 4, 5 അപകടങ്ങൾ ഗുരുവിൻ്റെ സ്ത്രീകളിലൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഗുരു അനങ്ങിയോ? അനങ്ങിയില്ല. പലപ്പോഴും സ്ത്രീകളെ മൊത്തം പാക്ക് ചെയ്തിട്ട് ആശ്രമത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് അന്നത്തെ ഭരണകർത്താക്കൾ. ഗുരു പറഞ്ഞു, ഞാൻ വന്നതതിനാണ്. മാതൃമണ്ഡലക്കാരൊക്കെ എന്തിനാ മാതൃമണ്ഡലം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടത് ഇങ്ങനെ. ഗുരു വളരെ വ്യക്തമായി 96 അത് പറയുന്നുണ്ട് ഗുരുവാണിയിൽ. അബലകളായി, അല്ലേ, മോശമായ സ്ത്രീകളായി, ചിന്തിക്കാൻ ആത്മീയത്തിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ ചത്തുകെട്ടി നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെ ഉണ്ടെന്നവർ. അതിനെ ശുദ്ധീകരിക്കാൻ ആർക്കേ പറ്റൂ? നിങ്ങൾക്കേ പറ്റൂ. അങ്ങനെയുള്ള ആ കർമ്മത്തിൻ്റെ വശം ഗുരുവിനിതാ സാറ് പറഞ്ഞ പോലെ 1974 ഗുരുവിനെ തിരഞ്ഞു കിട്ടുന്നത്. അതുവരെ ഈ വിഷമതകൾ എന്തുകൊണ്ട് വരുന്നത് ഗുരുവിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ തട്ടം തെറിച്ചു പോയത് ആരാധന ചെയ്യുന്ന സമയത്ത്.
ദൈവം എന്താ പറയണത്? നീ ആരെയും ആരാധിക്കരുത്. ആ തട്ടം തെറിച്ചു പോയി എടുത്ത ആൾ മയങ്ങി വീണു. കാരണം എന്താ? ആ ഭസ്മം എടുക്കുമ്പോൾ അയാൾ കാണുന്നത് എന്താ? തീ പോലത്തെ പ്രകാശമാണ്. അന്ന് ശേഷം ഗുരു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പൂ പോലും എടുത്തിട്ടിട്ടില്ല. ഗുരുവിൻ്റെ മഹിമ എന്താ പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന്, എന്നാൽ ഗുരുവിൻ്റെ സൂക്ഷ്മഭാവത്തിൽ നിന്ന് വരുന്ന ഒരു വാക്ക് ഗുരു തെറ്റിക്കില്ല. എഴുത്തും വായന അറിയില്ല ഗുരുവിന്. അങ്ങനെ ആ കർമ്മം കഴിഞ്ഞിട്ട് ഗുരു പിന്നീട് എന്ത് ചെയ്തു? നമുക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്തു തന്നു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ എല്ലാം 7 തലമുറ തെറ്റായ ആരാധന കർമ്മം കൊണ്ട് നമുക്ക് ഭാഗ്യമില്ലാത്തവരായി മാറി. നമ്മുടെ ഭാഗ്യക്കുറവാണ് നമ്മുടെ ഇരിക്കുന്ന പലവരുടെയും രൂപങ്ങൾ. ഇതെല്ലാം മനുഷ്യരൂപം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. എത്ര ഭംഗിയുള്ളവനുമല്ല മനുഷ്യൻ എന്നവർ. ഇതെല്ലാം ചതുരങ്ങൾക്ക് മുമ്പ് തെറ്റിപ്പോയതിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായി ജനിച്ചാടാ നമ്മളൊക്കെ. അതിനെ തിരുത്തണം. അതിന് മോഡേൺ സയൻസ് വിളിക്കുന്നത് DNA റിപ്പയറിംഗ് എന്നാണ്. അങ്ങനെ അസുഖമായി നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ പോകുന്നു. വിഷമമായി ഗുരുവിൻ്റെ മുന്നിൽ പോകുമ്പോഴൊക്കെ ബ്രഹ്മം നമുക്ക് അതിൻ്റെ വഴി പറഞ്ഞു തരും. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ക്യാൻസർ രോഗമായിട്ട് പോയാലും മാറ്റി തന്നു കഴിഞ്ഞാൽ മനശ്രീ പറയണ പോലെ വന്നും പോയതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പോയിട്ട് വരാറുണ്ടോ. തെറ്റല്ല. നമ്മളെല്ലാവരും അങ്ങനെ, എല്ലാവരും. എത്രയോ പേരുടെ സ്കിൻ ക്യാൻസർ വരെ മാറിയ ചെറുത്. ഒരു കുട്ടി, ഒരു 22 വയസ്സുള്ള ഒരുത്തൻ എന്നോട് വന്ന് പറഞ്ഞു, ഈ അച്ഛനമ്മ ഇവിടെ വന്നിട്ട് എന്ത് നേടി? വെറുതെ ഇവിടെ വന്ന് വട്ടത്തിരിഞ്ഞ് ജീവിതം കളയാണ്. അവർക്ക് എവിടെയെങ്കിലും വീടും വിറ്റ് നാടും വിറ്റ് എല്ലാം കൊണ്ടും ഇവിടെ കൊണ്ട് കൊടുത്ത് എന്തിനാണ് ഇവിടെ കൊള്ളും ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല. കാരണം അച്ഛനും അമ്മയും അവിടുത്തെ ജോലിക്കാരാണ്. 5000 രൂപ ശമ്പളമേ ഉള്ളൂ. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പോലും ആ കാശ് തികയില്ല. അപ്പോൾ എൻ്റെ കൂടെ വിമലാജന്യ ഉണ്ട്. വിമലാജന്യ പറഞ്ഞു, നീ നിൻ്റെ അച്ഛനും അമ്മയൊന്ന് വിളിച്ചുകൊണ്ട് പോകാം. വിളിച്ചുകൊണ്ട് വന്നു. ആ അച്ഛനോട് വിമലാജന്യ ചോദിച്ചടാ, നീ വരുമ്പോൾ എന്തായിരുന്നു എൻ്റെ അസുഖം ചോദിച്ചു. ഒന്നും മിണ്ടില്ല. വീണ്ടും ചോദിച്ചു, എന്താ പറയുക ചോദിച്ചു. എനിക്ക് സ്കിൻ ക്യാൻസറായി. ഏത് സമയവും ഞാൻ മരിച്ചു. എൻ്റെ തുട തൊട്ട് ഇവിടുന്ന് കാല് തൊട്ട് ദേഹം വരെ ഒക്കെ സോറിയാസിസ് എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞ് ഞാൻ ഏത് സമയവും മരിക്കുന്നു. ഭാര്യയോട് ചോദിച്ചു, കല്യാണത്തിന് മുമ്പ് നിനക്കെന്തായിരുന്നു അസുഖം ചോദിച്ചു. പറഞ്ഞു, എനിക്ക് വൈറ്റൽ ക്യാൻസറായിരുന്നു. ആരാ നിനക്ക് മരുന്ന്? ജന്യാണ്. ഗുരു പറഞ്ഞ മരുന്ന് ആരാ അരച്ചത്? വിമല തന്നെയാണ്. കേട്ടുടാ? മകനോടാ ചോദിച്ചു. കേട്ടുടാ? ഈ ഗതികേട് പിടിച്ച 2 പേരെയും ഈ അസുഖം മാറ്റി ഇവിടെ കല്യാണം കഴിപ്പിച്ച് നിന്നെ ജനിപ്പിച്ചു. എന്തിന്? ഈ ക്യാൻസർ ഇനി ആർക്ക് വരരുത്? ഈ ഗോത്രത്തിൽ വരരുത്. അല്ലാതെ നീ 4 കാശുണ്ടാക്കാൻ അത് ഏത് പട്ടിക്കും സാധിക്കും പറഞ്ഞു. ജന്നി പറഞ്ഞ വാക്കാണ്. ഞാൻ വിമലാജിൻ്റെ തൊട്ട് അവർ ഗുരുജ്യോതിയിൽ അണിഞ്ഞുവെങ്കിലും അവരന്ന് ഗ്രഹസ്ഥസംഘത്തിൻ്റെ ചാർജറപ്പള പറഞ്ഞു, ഏത് പട്ടിക്കുട്ടിക്ക് വേണമെങ്കിൽ പണം ഉണ്ടാക്കാം. പക്ഷേ ഇത് എന്ത് ചെയ്യും ചോദിച്ചു. നിനക്കിത് വരാതിരിക്കണമെങ്കിൽ. അപ്പം ഞാനും പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈസക്കാരൻ അവസാന നിമിഷം ആവശ്യപ്പെട്ടത് എന്താ? ഇന്ത്യയിൽ ആരാ ഏറ്റവും വലിയ പൈസക്കാരൻ? ഇന്ത്യയിലെ പൈസക്കാരൻ ആരാ? അംബാനി അല്ലേ? മുകേഷ് അംബാനിയുടെ അച്ഛനുണ്ടായിരുന്നു. മുകേഷ് അംബാനിയുടെ അച്ഛൻ ഭരിക്കുമ്പോൾ എന്താ ആവശ്യപ്പെട്ടത്? അയാൾ ഭരിക്കുമ്പോൾ 2,80,000 കോടിയാണുള്ള ആസ്തി. എന്താണ് അയാൾ ആവശ്യപ്പെട്ടത്? ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകണം. എന്താ ആവശ്യപ്പെട്ട്? ബാത്റൂമിൽ ആരുടെയും സഹായമില്ലാതെ വീൽ ചെയറിൽ, ലോകത്തെ ഏറ്റവും അത്യാധുനിക വീൽ ചെയർ, അത് 6 കോടി എന്തോ ചിലവാക്കിയിട്ട് ഇറക്കുമതി ചെയ്ത സാധനമാണ്. അതിലാണ് അദ്ദേഹം പോവുക. നിങ്ങൾക്കറിയാം, സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തെ? ധീനുഭായ് അംബാനി. ഞാൻ ചോദിച്ചു, അത്ര പൈസയൊന്നും നിനക്ക് വേണ്ടല്ലോ അല്ലേ? അത്ര പൈസയൊന്നും നിനക്ക് വേണ്ട.
പക്ഷെ ആ പൈസ നേടിയ ആൾ പോലും എന്താ ആവശ്യപ്പെട്ടത്? ഇതേപോലെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വന്ന അസുഖം നിനക്ക് വന്നിരുന്നുവെങ്കിൽ നീ എന്തു പറയടാ? അപ്പോൾ അവൻ പറഞ്ഞതൊന്നും എൻ്റെ അച്ഛനമ്മയ്ക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇത് അവരുടെ അപകടമാണ്. കാരണം ഇതൊരു അഭിമാനംകാരൻ ചിലപ്പോൾ പറയാതായിരിക്കാം. ഇങ്ങനെ നമുക്ക് വരുന്ന, സാറ് പറഞ്ഞ പോലെ ആരാധനാദോഷം കൊണ്ടും കർമ്മഗതിയും കൊണ്ടും വരുന്ന പല അസുഖങ്ങളും ദൈവം നമ്മളെ ഇതുപോലെ നവപൂജിതനായി നിന്നുകൊണ്ട് ഗുരുവിൻ്റെ നവോലിയായ പ്രകാശം കൊണ്ട് ഇതിനെ നീക്കിയിട്ടുണ്ട്. പലതും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് കേട്ടോ, ഒരാൾ സുരേഷ് അമ്മ കിട്ടി നല്ല കിട്ടി. ഞാൻ തന്നെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. ഇല്ല, അതുവഴി എടുക്കണം, അടുത്ത് തന്നെ. കിട്ടി വളരെ ഉപകാരം. ശരി. നമ്മുടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നവപൂജിതം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എഴുതിയ സങ്കല്പം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോളും. എന്താ സങ്കല്പം? 21 ദിവസത്തെ ഇതാ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. എൻ്റെ കുടുംബത്തിൻ്റെയും പോകണം. ഇനി ഈ കുടുംബത്തിൽ എനിക്ക് ഒന്ന് ജനിക്കാൻ പറ്റുള്ളൂ, അഥവാ ഞാൻ വരികയാണെങ്കിൽ. അവിടെ എന്തൊക്കെയുണ്ട്? മച്ചിലോട്ട് ഭഗവതി കയറി നിൽക്കുന്നുണ്ട്, മുത്തപ്പൻ കയറി നിൽക്കുന്നുണ്ട്, കുട്ടിച്ചാത്തൻ, കണ്ടാറകർണ, ഭൈരവൻ. ഇനി ആരൊക്കെ നിൽക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവരെല്ലാം ഈ സൂക്ഷ്മഭാവത്തിൽ ഇതിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇവരിലൂടെ അല്ലാതെ നമ്മൾ ജനിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷത്തെ മാറ്റിക്കിട്ടണം. എൻ്റെ ജന്മം കൊണ്ടുണ്ടായ ദോഷമുണ്ട് 5 എണ്ണം, അതും മാറിക്കിട്ടണം. ഇതാരോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ? നവപൂജിതനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മം മനുഷ്യരൂപമെടുത്ത് നമ്മുടെ മുന്നിൽ വന്നപ്പോൾ മാത്രമേ അത് പറയാൻ പറ്റൂ. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞ പോലെ എനിക്ക് കാണാം, തിരുത്താൻ പറ്റില്ല. ശ്രീനാരായണ ഗുരുവും പറഞ്ഞതാണ്, എനിക്ക് കാണാം, എനിക്ക് പറഞ്ഞു തരാം, തിരുത്തേണ്ടതാരാ? അത് നീ തന്നെയാണ്. എനിക്കറിയില്ല എങ്ങനെ ഇത് പിടിക്കണമെന്ന്. പിടിച്ചപ്പോഴൊക്കെ അപകടമെന്ന് കയറിയത് എല്ലാവരുടെയും. ഏതൊരു മഹാത്മാവിൻ്റെയും ജീവിതം എടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും. അതേസമയം ഇവിടെ ശാന്തിഗിരിയിൽ നിങ്ങൾ നോക്കിയോളൂ, ഇവിടെ വന്ന് കർമ്മം ചെയ്യുമ്പോൾ തന്നെ മാറുന്നില്ല എല്ലാവരുടെയും. ഇവിടെ വന്ന് വെറുതെ നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു 5 പേരെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ കാണിച്ചാൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ സത്സംഗത്തിൽ ഇരിക്കേണ്ടവർ. എന്തുകൊണ്ട് അവർക്ക് മാറുന്നു? ഇത് ദൈവനിശ്ചയപ്രകാരം നമ്മുടെ സൂക്ഷ്മഭാവത്തിനെ ഗുരുവിനെ ശുദ്ധീകരിക്കാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന സകലവിധ, നമ്മളെ വഴിതെറ്റിക്കുന്ന സകലവിധ സൂക്ഷ്മഭാവത്തിനെയും ഗുരുവിൻ്റെ ജന്മം കൊണ്ട് ഗുരുവിന് തിരുത്താൻ പറ്റും. അങ്ങനെ എത്രയോ പേരുടെ കാര്യങ്ങൾ ഗുരു തിരുത്തിയിട്ടുണ്ട്. അതാണ് ഗുരു പറഞ്ഞത്, വേറെ ഒരു പരമ്പരയ്ക്കും ചോദിക്കാതെ കിട്ടില്ല. നമുക്കെല്ലാം ചോദിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ദൈവം. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം, എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഗുരുജയന്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് അതിൻ്റെ മഹിമ. കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ആരാധിച്ചവ അവിടെ ഉണ്ടാവും, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പ്രതിക്കൾ അവിടെ പോയി നിൽക്കുന്നുണ്ടാവും, നമ്മളെക്കാൾ കൂടുതൽ നമ്മളായ ധർമ്മത്തിൽ നിൽക്കുന്ന ഇതുപോലത്തെ ഏത് മഹാത്മാക്കളുണ്ടോ, നമ്മുടെ കുടുംബത്തിൽ ഏതൊക്കെ മഹാത്മാക്കളുണ്ടോ നമുക്കറിയില്ല, അതവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഈ ദൈവനിശ്ചയം നടപ്പിലായ ആ ദിവസത്തിൽ. കാരണം ഈ ഭൂമിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയണത് ഗുരു ജനിച്ചപ്പോഴാണ്. നിങ്ങൾക്കറിയാം 1999 മെയ് 6 ഗുരു ആദ്യ സംഘത്തിൽ ലയിച്ചു കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞപ്പോഴാണ് വാക്കുകൾ കിട്ടി തുടങ്ങിയത്. അപ്പോഴാണ് ചതുർവങ്ങളായിട്ടുള്ള പലതിനെയും ഗുരു ശുദ്ധീകരിച്ചു. ആ ശുദ്ധീകരണത്തിൻ്റെ ഭാവമായിട്ടാണ് ദിവ്യപൂജ സങ്കല്പമെന്ന് ഗുരുവിൻ്റെ ആ കർമ്മത്തെ പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നവപൂജിതൻ എന്ന ആ ധർമ്മം നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നു. അപ്പോഴാണ് അതിൻ്റെ മഹിമ. അപ്പോൾ ഗുരു പറയണത് ഇതിൻ്റെ ഒരുക്കം ഇപ്പോഴൊന്നുമല്ല തുടങ്ങിയത്. യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രഹ്മം
ഈ ജീവനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അതാണ് 1973 ഗുരുവിൻ്റെ ഒരു പൂർത്തീകരണം കഴിഞ്ഞപ്പോൾ ബ്രഹ്മം പറയുന്നത് എന്താണ്? യുഗങ്ങളായി ഞാൻ ആരാണ് ബ്രഹ്മം? ഗുരു തന്നെയാണ് സൂക്ഷ്മഭാവത്തെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗുരുവിൽ ചെയ്യണമെന്ന് പറഞ്ഞത്? ഒരു ഗുരുവിന് വന്ന തെറ്റ് ആ ഗുരുവിലൂടെ തന്നെ തിരുത്തുകയാണ്. ദൈവത്തിനൊരു സെക്കൻഡ് മതി ഇതൊക്കെ തിരുത്താൻ. നിങ്ങൾ വിചാരിക്കും ദൈവം എന്താ പൊട്ടനാണെന്ന് വിചാരിക്കരുത്. ഒരു മനുപരമ്പരയിൽ വന്ന ഗുരുവിന് എന്ത് തെറ്റാണോ പറ്റിയത്, അതേ മനുപരമ്പരയിൽ ബ്രഹ്മം വന്നിട്ട് എന്ത് ചെയ്തു? ആ ഗുരുപരമ്പരയിലും മഹാത്മാവിന് പറ്റിയ തെരുത്തിനെ മുഴുവൻ തിരുത്തിയിട്ട് പറയുന്നത് എന്താ? ഈ സൂക്ഷ്മഭാവത്തെ മുഴുവൻ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിക്കുന്ന കർമ്മത്തിൽ പലപ്പോഴും ഗുരുവിന് ദേഹാസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ഞാൻ എത്രയോ അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ നമ്മുടെ സിദ്ധശ്രീധരേട്ടൻ്റെ അനുഭവം തൊട്ട് 19.5 മണിക്കൂർ ഹഠയോഗം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. കട്ടുകമ്മണി പോലെ ആയിരിക്കണം ജീവൻ. അല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. ഇതിൽ ജനിക്കുന്ന കുടുംബങ്ങളെല്ലാം കടന്നു കുഴയായിരുന്നാണ് ഗുരു പറയുന്നത്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പിന്നെ അത്രയൊന്നും ഉണ്ടാവില്ല. ആട് വെട്ടിയതും മാട് വെട്ടിയതും മീൻ തിന്നവരൊക്കെ ആയിരിക്കും നമ്മുടെ ഇതില്ലേ. കേട്ടിട്ടുണ്ടോ? പ്രാചീന തേജസ് കൊണ്ട് ഒരു കഥയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വേദം പഠിച്ചവർക്കൊക്കെ അറിയാം. നാരദം വന്ന് തിരുത്തുന്നുണ്ട് അദ്ദേഹത്തിന്. അനേക ആടുകളെ ബലി കൊടുക്കുന്നു പ്രാചീന തേജസ് അല്ലേ. അപ്പോൾ അതിലൊരു ആട് നിന്ന് ചിരിക്കുകയാണ് സന്തോഷത്തോട് ചാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല. അപ്പോൾ നാരദം വന്നിട്ട് പറയും, എടാ പൊട്ട, ലോകത്ത് ആർക്കെങ്കിലും യാഗം ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ടോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ദേവേന്ദ്രനേക്കാൾ അപ്പുറം പോകണം. ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണെന്നും. ആ ആടിനെ നോക്കിയിട്ട് ചൂണ്ടിക്കാണിച്ച് ചോദിക്കും, എന്തിനാണ് ആട് ചിരിക്കണമെന്ന് അറിയോ ചോദിച്ചു. നോക്കുമ്പോൾ എന്താ, ഇദ്ദേഹത്തിൻ്റെ തന്നെ മുതുമുത്തച്ഛനാണ് ഇതുപോലെ അനേക ആടുകളെ വെട്ടിക്കൊന്നിട്ട് അത്രയും ജന്മം ജനിക്കുന്നു ആടായിട്ട്. ഇനി ഈ ജന്മം കഴിഞ്ഞാൽ ആടെന്ന അവസ്ഥ കടക്കുകയാണ്. ഇത് നാരദം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പൊട്ടിക്കരയാണ്. അപ്പോഴാണ് പുരഞ്ചൻ്റെയും പുരഞ്ചിയുടെയും കഥ പറഞ്ഞു കൊടുക്കണം. അത് പിന്നെ പഠിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചോളം ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഈ സൂക്ഷ്മഭാവത്തിൽ നിൽക്കുന്ന സകലതും നമ്മളെതിർത്താലും നിങ്ങളുടെ കയ്യിൽ പ്രാർത്ഥനയും ചിട്ടയും ഗുരുവും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഒരു തുണ്ട് അനങ്ങില്ല. ഇതൊന്നും നമ്മുടെ മുന്നിലേ വരില്ല. ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു 3-ാം തീയതി പ്രാർത്ഥനയ്ക്ക് വണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ കയറുമ്പോൾ ഒരു പാർട്ടി ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ, അന്ന് നമ്മുടെ ഈ വണ്ടിയാണ് ഏതാണ് പറയുക, ഫോഴ്സ് വണ്ടിയിൽ. ഇപ്പം അതിന് വേറെ, അന്ന് വേറെ ഉണ്ട്. ഇപ്പോഴത്തെ ഫോഴ്സ് വണ്ടി ഇല്ലേ, അതിനെന്ത് വേറെ, അന്ന് വേറെ പേരായിരുന്നു. അങ്ങനെ വലിയ വണ്ടി. അതിനെന്താ വിളിക്കുക, ഫ്രണ്ടിൽ ഒരു സീറ്റുള്ള, നമ്മളതുപോലെ സീറ്റ് മടക്കി വെച്ചിട്ടില്ല കയറുക. മെറ്റഡോറല്ല, ഇന്ന് ഫോഴ്സാണെന്ന് വിളിക്കാനായിട്ട്. നല്ല വണ്ടിയാണ്, നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. ട്രാവലർ. അപ്പോൾ ട്രാവലർ ഫ്രണ്ട് സീറ്റിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കി എന്താ നോക്കിയപ്പോൾ എന്നോട് സംസാരമൊക്കെ വളരെ കുറച്ചും കൂടി ഗമക്കൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ഇതിൻ്റെ ഓർഗനൈസർ ആയതുകൊണ്ട് ഞാൻ പിന്നിൽ പോയി ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. അനുഭവം ഉണ്ടായി, അറിഞ്ഞില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എപ്പോൾ? ഇന്നലെ ഭയങ്കരമാണ്. അപ്പോൾ അവരിങ്ങനെ എന്തോ രാത്രി വെള്ളം തിളയ്ക്കാൻ ഈ കൃഷി സ്ഥലത്ത് വെള്ളം തിരിക്കാൻ വേണ്ടി പോകും. രാത്രികളിലാണ് ഈ കനാലിൽ വരുന്ന വെള്ളം വേഗം തിരിഞ്ഞ് കിട്ടുക അവനവൻ്റെ പാടത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ വെള്ളം ആര് കൊണ്ടുപോകും? താഴെയുള്ളവൻ കൊണ്ടുപോകും. അപ്പോൾ 2 പേരാണ് പോയിരിക്കണം. പേര് പറയുന്നില്ല, കാരണം അവരൊക്കെ ഇപ്പോൾ ഭയങ്കര നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു പേര് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അപ്പോൾ ഈ രമേശൻ പറഞ്ഞ ആളാണ് കണ്ടത് വയ്ക്കുക. സുരേഷ് പറഞ്ഞ ആൾ ഇതൊന്നും കണ്ടില്ല, അനുഭവമൊന്നുമില്ല. 2 പേരും ഒപ്പം പോയത്. സുരേഷ് നിലത്തിയിരിക്കുന്നു. എന്താ സുരേഷ് കണ്ടില്ല, അനുഭവമില്ലല്ലോ. അപ്പോൾ ഈ കണ്ടത് എന്താ പറഞ്ഞാൽ, ഒരു യോഗിനിയായ സ്ത്രീ രാത്രി 12-ൻ്റെ ആരാധന കഴിയുമ്പോൾ ഗുമ്മെന്ന് പോകണം. ഇവർ കാണുക. അപ്പോൾ ഈ കണ്ട ആൾ മറ്റൊരാളോട് പറയുന്നുണ്ട്, നോക്കടാ പറയുമ്പോൾ ഇയാൾ കാണില്ല. അങ്ങനെ വിഷമിച്ചു. അപ്പോൾ എല്ലാവരും പറയേണ്ട സാരില്ല, നിനക്ക് പ്രാർത്ഥന കുറവുണ്ട്, മറ്റവൻ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ പോയി എറണാകുളം സ്വാമിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാമി പറഞ്ഞു ഗുരുവിനോട് പറയാം. അപ്പോൾ സ്വാമിയോടൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ്. കാരണം അനുഭവം തുടങ്ങിയല്ലോ, ഇപ്പം നമ്മളങ്ങോട്ട് കയറുകയല്ലേ.
അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു, നീ ഉറങ്ങിക്കോ, നീ പ്രാർത്ഥിച്ചിട്ട് നീ ആവശ്യമില്ല, കാരണം നീ അവസ്ഥ കിടന്നല്ലോ. അപ്പോൾ അയാൾ പ്രാർത്ഥിച്ചു, കുറച്ച് കഴിഞ്ഞാൽ കിടന്ന്. അങ്ങനെ രാവിലെയായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവിനെ കാണാൻ പോയി. ഞങ്ങളറിയാമല്ലോ, ഗുരു ഇങ്ങനെ കുറേ നമ്മളെ വട്ടത്തിട്ട് പതുക്കല്ലേ കാണുള്ളൂ. കണ്ടു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗുരു ഒന്നും മിണ്ടിയില്ല. ഈ തൊട്ട് കാണാത്ത ആൾ ഫ്രണ്ടിൽ വന്നു, സുരേഷ്. ശരിക്കുള്ള പേരതല്ല, എന്നല്ല ഞാൻ പറയുകയാണ്. ഗുരു ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിച്ചു. ഗുരുവേ, ഞാനൊന്നും കണ്ടില്ലല്ലോ, എന്തൊരു വിഷമം. എടാ പൊട്ട, നമ്മുടെ പരമ്പരയുടെ മുന്നിൽ ഇതൊന്നും വരില്ല. അവൻ പ്രാർത്ഥനയില്ല, പിശാചാണ്. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ ഇതൊക്കെ വന്നു. നിൻ്റെ മുന്നിൽ വരാത്ത നിൻ്റെ മഹിമ കൊണ്ടും നിൻ്റെ ഭക്തി കൊണ്ടും നിൻ്റെ ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ട് എന്ത് സംഭവിക്കില്ല? ഇതൊന്നും നിൻ്റെ മുന്നിൽ വരില്ല, എൻ്റെ മുന്നിലും വരില്ല. എൻ്റെ ഗുരു എന്നെ ഏതൊരു മലയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ കല്യാങ്കാട്ട് നീലിയെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ ഇതൊന്നും വരില്ല. ഇതൊക്കെ പറക്കണം. എന്താ കാരണം? ഗുരു ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയ ആളാണ്, ആദ്യ സങ്കല്പ സ്വരൂപനാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവം? ഇയാളുടെ ട്രെയിനിൽ വന്നോ, നീ വിശ്വാസമാണ്, നീ ട്രെയിനിൽ വന്നോ, വണ്ടി കയറലാണ്. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഏതാ ട്രെയിനുള്ളത്? അത് പറ്റില്ല, വണ്ടി പറിച്ചെടുക്കും. ശരിയല്ല, മുമ്പിൽ ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് ഇപ്പം നോക്കണം, നമ്മുടെ കൂടെ ഗുരുവുണ്ട്, 3 ചലനത്തിലധികം. കാരണം ഇയാളെയും കൂടി ശരിയാക്കണ്ട. പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ആയനാമം ജപിച്ചിട്ടാണ് വളരെ. അപ്പം നമ്മുടെ ഗുരുവിൻ്റെ മഹിമ നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഇതൊന്നും നമ്മുടെ മുന്നിൽ വരില്ല. ഇതെല്ലാം ഉള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിൽ. എന്തല്ല, ഈ സൂക്ഷ്മഭാവങ്ങളോ ഒന്നും വരില്ല. പക്ഷെ ജാതി കളിക്കുന്നവൻ്റെ, മതം കളിക്കുന്നവൻ്റെ മുന്നിൽ വരും ഉറപ്പാണ്. കാരണം അവനെ ആരാധിച്ചു വരും. അവൻ്റെ അവകാശമാണ് അതിൻ്റെ മുന്നിൽ വരാൻ. 9-ാം അധ്യായം 20 മുതൽ 25 വരെ ശ്ലോകത്ത് ശ്രീകൃഷ്ണൻ പരമാത്മാവ് പറയണ പോലെ തന്നെ അത് വരും. അതിന് അവകാശവും. പക്ഷേ യഥാർത്ഥ ഒരു ഗുരുഭക്തനായ പ്രാർത്ഥന ചെയ്യുന്ന, ഗുരുവിൻ്റെ ജന്മദിനത്തിൽ ഇതുപോലെ സങ്കല്പം ചെയ്ത് 21 ദിവസത്തെ പ്രാർത്ഥന ചിട്ട ശരീരം ചോദിക്കുന്ന ഒരാളുടെ മുന്നിൽ എന്ത് വരില്ല? ഇതൊന്നും കാണില്ല എന്ന് ഗുരു പറഞ്ഞു. ഇതെല്ലാം ശുദ്ധീകരിച്ചത് ഗുരു മാറ്റിവിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഒരു കുറവും വരുത്തരുത്. ഗുരുവിൻ്റെ ജന്മദിനമല്ല, അത് നവപൂജിതമായ ദിവസമാണ്. ബ്രഹ്മം നമുക്ക് സ്വാതന്ത്ര്യം തന്നാണ്. ഏതെന്ന്? ഇതുപോലെ എന്തിനെല്ലാം ആദരിച്ചു വന്ന കർമ്മഗതിയുണ്ടോ അതിനെല്ലാം ദൈവം പാസ് ഔട്ട് ചെയ്ത് തരും. ജ്യോതിർമയ സ്വാമി ഒരു കഥ പറയും. ഒരു സ്കൂളിൽ എല്ലാവരും പഠിക്കാൻ പോയി, ആരും പാസ്സാവില്ല. കാരണം എന്താ? ആർക്കും സിലബസ് അറിയില്ല. അപ്പോൾ എല്ലാവരും തോറ്റ് അവിടെ കിടക്കണം. പുതിയ ആൾക്കാർ വന്ന അവസാനം കയറാൻ പറ്റാതെ നിൽക്കണം. ആ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം എന്താ? പോയവരാരും പാസ് ഔട്ടായിട്ടില്ല, ഒക്കെ അവിടെ നിൽക്കുകയാണ്. ഇതുപോലെ ഭൂമിയിലെയാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു. എന്താ? എല്ലാത്തിനെയും പിടിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുറേ മാറ്റുക, കുറേ ശരിയാക്കുക, അല്ലേ? എന്നിട്ട് സിലബസ്, കൃത്യമായ സിലബസും അത് പഠിക്കേണ്ട രീതിയും അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയും ആ സ്കൂളിൽ ഏൽപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നേന്ന് പഠിപ്പിച്ചു തുടങ്ങും. അങ്ങനെ നമ്മൾ തുടങ്ങിയ ദിവസമാണ് 1927 സെപ്റ്റംബർ 1, അല്ലേ? കന്നിമാസത്തിൽ ചിങ്ങമാസത്തിൽ ചോതി ദിവസം. അവിടെ തൊട്ട് തുടങ്ങി നമ്മുടെ പരിപാടി. അതുകൊണ്ടാണ് പട്ടാള രാമകൃഷ്ണൻ ചോദിച്ചത്, നീ എവിടെ, എങ്ങനെ, എപ്പോൾ ജനിച്ചു? ഞാനറിയാതെ ഈ ഗ്രഹത്തിൻ്റെ ചുറ്റുമെന്നല്ല, ഈ സൗരയൂഥത്തിൽ ആരും വരില്ല എന്നാണ് പറഞ്ഞത്. കിട്ടിയോ ഗുരുവിന്? കിട്ടിയില്ല. കാരണം അതിനു മുന്നിൽ പല കാര്യങ്ങളും ദൈവം ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രസ്ഥാനം അനങ്ങില്ല. അവർ എവിടെ കയറി കളിച്ചാലും അനക്കാൻ പറ്റില്ല. അതിന് ഞാൻ എൻ്റെ സത്സംഗത്തിലും പറയാൻ കാരണം അതാണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ആർക്ക്? നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ, അല്ലേ? പൂർണ്ണശ്രീവാണെങ്കിൽ പറ്റും. എന്താണ്? ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്നതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് ഒരു നിമിഷം നേരെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും അതിൻ്റെ ട്രാക്കിൽ തന്നെ അത് പോകും. കാരണം ദൈവം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും. ആർക്കും അതിൽ തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മഹാത്മാക്കളെല്ലാം നമുക്ക് അറിയുന്നതും അറിയാത്തതുമുണ്ട്. യാജ്ഞവൽക്കനെ നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല. കേട്ടിട്ടുണ്ടോ? അവരെല്ലാം വന്ന് പറയണം, ഞാൻ ഇന്ന ആളാണ്, ഞങ്ങളെ ജനിപ്പിക്കണം.
പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നവരാണോ യാചിക്കുന്ന? ആരോട് വന്നിട്ട്? ജ്യോതിർമയ സ്വാമിയോട് വന്ന് പറയുന്നു അല്ലേ? ജപ്പാനിലോ അമേരിക്കയിലും നിന്റെ ഗുരുവാണ് സകല പ്രകാശങ്ങളുടെയും ഉത്ഭവം. അന്നേ പറഞ്ഞു നവോലിയെക്കുറിച്ച്. നിന്റെ ഗുരുവിന് മാത്രമേ സാധിക്കുള്ളൂ, ഗുരുവിനോട് പോയി പറയാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം കണ്ട ലോകമൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. വൈഫൈ അല്ല, ലൈഫ് ഫൈലാണ് അന്ന് വർക്ക് ചെയ്യുന്നത്. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോവും അവരുടെ നമ്മളെ പോലെ വൈഫൈ ഇവിടെ വെച്ചിട്ടില്ല. ഇതൊന്നുമല്ല അവരുടെ ലൈഫ് ഫൈ, ലൈറ്റിലൂടെയാണ് പോവുക ടെക്നോളജിയൊക്കെ. അവർ പോലും എവിടെ ജനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ പരമ്പരയിൽ. അങ്ങനെയുള്ള ഒരു മഹാപരമ്പരയുടെ തുടക്കമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. വിഷമതകളുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത്ര വലിയൊരു കാര്യം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. യേശുവും നബിയും മോസസും ശ്രീകൃഷ്ണ പരമാത്മാവും ഈ പറഞ്ഞ ജനക മഹാരാജ ഉൾപ്പെടെയുള്ളവർ, ശ്രീരാമൻ ഉൾപ്പെടെയുള്ളവർ ജനിച്ച് ഈ സ്വർഗലോകം എന്നതിൻ്റെ അപ്പുറം 3ാമത്തെ അവസ്ഥ കഴിഞ്ഞ് 4ാമത്തെ അവസ്ഥ കിടക്കുന്ന ഏതിലൂടെ കിടക്കാൻ പറ്റുള്ളൂ? ഈ പരമ്പരയിലൂടെ കിടക്കാൻ പറ്റും. വേറൊരു വഴിയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ശങ്കരാചാര്യർ പോലും അവസാനം മാപ്പ് പറഞ്ഞത്. ഞാൻ ചെയ്ത 3 അബദ്ധത്തിന് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞു. ഇതിനെല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗുരു പ്രാണപ്രതിഷ്ഠ ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും മഹാത്മാക്കളെ ചുറ്റും വെച്ചത്. ഇവരെല്ലാം വന്നിട്ട് ഈ പ്രാണപ്രതിഷ്ഠയിൽ വന്ന് അണയണം. 2 3 മഹാത്മാക്കൾ മാത്രമേ മാറുന്നില്ല. അല്ല, ഒരു പരമ്പരയ്ക്ക് തന്നെ 6 ലക്ഷം കോടി അനുയായികളുണ്ട്. എണ്ണാൻ പറ്റില്ല എന്നവർ. അത് ഈ സൗരയൂഥവും കടന്നു നിൽക്കുക എന്നവർ. അതെല്ലാം വന്നതിലാണ് ഈ പതുക്കെ പതുക്കെ. അതിൻ്റെ വലുപ്പമൊന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് ഒരു ഗുരുവിൻ്റെ മഹിമ. ഇതുപോലത്തെ ഒരു കാര്യവും ഒരു മഹാത്മാവിന് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആദ്യമായി ലോകത്ത് ഈശ്വരനെ ആരാധിക്കണം നിർബന്ധമില്ല എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ സർവസ്വമായ ഗുരുവാണ്. കാരണം എന്താ? നിങ്ങൾ ആരാധിച്ച് കേടുവരുത്തിയാൽ അത് അപകടമാണ്. അല്ലെങ്കിൽ അത് സത്യസന്ധമായി അല്ല, നമ്മളെ മാഷ്മാരൊക്കെ പറയും നിങ്ങൾ പഠിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ കേടുവരുത്തരുത്, സിലബസ് കൃത്യമായി പഠിച്ചാൽ മതി. ഗുരു പറഞ്ഞ വളരെ സിമ്പിളാണ്. ഇതിന് വളരെ സിമ്പിൾ സിലബസേ ഗുരു പറഞ്ഞുള്ളൂ. നിങ്ങൾ എൻ്റെ വാക്ക് തെറ്റിക്കാതിരുന്നാൽ മതി. ഇതിൻ്റെ അപ്പുറത്തൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഏതൊന്നും ഇതിൻ്റെ മുന്നിൽ നിൽക്കില്ല. ഏത് ആശയവും ഏത് മഹാത്മാക്കൾ വന്നാലും ഇതിന് മുന്നിൽ നമസ്കരിക്കും. അതാണ് ഗുരുനിത്യസ്വാമി അവസാനം പറഞ്ഞത് അല്ലേ? എന്താണ് അദ്ദേഹം ചെയ്തത്? ക്രിസ്മസിൻ്റെ തലേ ദിവസം പുതിയ അധ്യായവും പഴയ അധ്യായവും വായിക്കണം. പഴയ അധ്യായം വായിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കിട്ടി. ഗുരുവിനോട് അനുവാദം വാങ്ങി ചെന്നു. പള്ളി മുഴുവൻ നിൽക്കുന്നു ഗുരുവിൻ്റെ പ്രകാശം. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള എല്ലാ മഹാത്മാക്കളും ആ പ്രകാശത്തിൽ അണഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇദ്ദേഹം കുഴഞ്ഞു കിടക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, എടാ ഇതെല്ലാം ഈ പരമ്പരയിൽ വരും. ഈ പരമ്പരയിൽ വന്ന് ജനിച്ച് തീർക്കണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ജാതിയും മതവും വിടണം. നമ്മൾ വിടുവോ? എവിടെ? സാരില്ല. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ജന്മ ഉദ്ദേശം, ഗുരു നമ്മുടെ മുന്നിൽ മനുഷ്യരൂപം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഗുരു മനുഷ്യരൂപം എടുത്ത് നമ്മളെപ്പോലെ വേദനിച്ച് ഒരു അത്ഭുതം പോലും കാണിക്കാതെ. ആകാശത്ത് സ്വർണ്ണം എടുത്തിട്ടില്ല, ആപ്പിൾ എടുത്തില്ല. എടുത്തോ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറുന്ന ഗുരുവിന് ഉറപ്പുണ്ട്. പക്ഷെ എന്താ നമ്മളോട് പറയാ? ആ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കുക, ആ ഡോക്ടറെ വിളിക്കുക, ഒരു മരുന്ന് കൊടുക്കാൻ പറയും. ആ ഡോക്ടർ ഇത് എന്തിനാ മരുന്ന് കൊടുക്കുക? അത് എഴുതും. കഴിയും. അതാണ് അതിൻ്റെ ആ ഗുരുവിൻ്റെ പക്ഷെ അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരും, ഗുരു ഇത് സാധിക്കില്ലേ? സാധിക്കൂടാ. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് അത്ഭുതത്തിലേക്ക് പോകും. എന്നെ ദൈവം കൊണ്ടുവന്ന് കണ്ട എവിടെയെങ്കിലും ഒരു തരത്തിൽ അത്ഭുതം വന്നാൽ അത് ഗുരുവല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോകും. ഇവിടെ ഞാൻ പട്ടിണി കിടന്നു, എനിക്ക് വസ്ത്രമില്ലാതെ ഞാൻ കിടന്നിട്ടുണ്ട്. ഓരോ മടക്ക് കൂടിക്കൂടി വരും. എല്ലാം അതിൻ്റെ നിശ്ചയപ്രകാരമല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഗുരു വിളിക്കാറുള്ളത്. മനുശ്രീ പറഞ്ഞില്ലേ, അപ്പാന്നൊരു വിളിയുണ്ട്.
ഗുരുവിനെ തന്നെ വിളിക്കുകയാണ്. എന്താണ്? ഈ മനുഷ്യധർമ്മം എടുത്ത് ആ കർമ്മത്തെ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ധർമ്മമാണ്. ഓരോ ഗുരുപൂജ കഴിയുമ്പോൾ നിങ്ങൾ കാണണം ഗുരു കിടന്ന് പടയണം. നമ്മൾ ഗുരുപൂജ കഴിഞ്ഞു അതായി എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ചിന്തിച്ചോളുക, നിങ്ങളുടെ ഓരോ പൃഥുവിനെ പിടിക്കുമ്പോഴും ഗുരു അവിടെ കിടന്ന് വെട്ടത്തിൽ കുറേ ആ കിടക്കിയിൽ കിടന്ന് പടയുണ്ടാവും. ശിശുപൂജ എപ്പോഴും നമ്മളത് ഓർമ്മിപ്പിക്കും. ഇപ്പം ആ ഗുരുവിൻ്റെ സൂക്ഷ്മഭാവത്തിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഗുരുവിൻ്റെ മഹിമയിൽ നമുക്ക് പലതും നേടിപ്പോകാൻ പറ്റുന്നു. ഈ യുദ്ധം അടുത്ത കാലത്ത് ലോകം മൊത്തം യുദ്ധത്തിലേക്ക് ഉരുണ്ട് കയറി വന്നപ്പോൾ ശിശുബുദ്ധ പറഞ്ഞെന്താണ്? നിങ്ങൾ ഗുരുവിനോട് യാചിച്ച് പ്രാർത്ഥിക്കണം. ഒരാളുടെ സൈഡ് നിൽക്കാനല്ല പറഞ്ഞത്, അത് പൂർണ്ണമായി പണയം. അതിൻ്റെ സൂക്ഷ്മത്തിൽ കളിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ? അതിൻ്റെ പരമ്പര ഇവിടെ വന്ന് അതിലൊരു വ്യക്തി ഇവിടെ വന്ന് യാചിച്ചിരുന്നെങ്കിൽ അതും എവിടെ പോയിട്ടുണ്ടാവും? ഗുരുപ്രകാശത്തിൽ അത് നീങ്ങിപ്പോവും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് അവർ. നമ്മൾ ഓരോരുത്തർ വരുമ്പോഴും നമ്മുടെ പിന്നാലെ കോട്ടിക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ആ പരമ്പര അത് ചെറുതല്ല. ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു സത്യവിശേഷമുണ്ട് എന്ന് ഗുരുവാണ് നമ്മളെ പഠിപ്പിച്ചത്. അതിൻ്റെ കർമ്മത്തെ പൊട്ടിച്ചപ്പോഴാണ് അത് കത്തിയത്. അതൊക്കെ പിന്നെ പറയാം. നമ്മളതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ഗുരുവിനെ കിട്ടി. ആ ഗുരുവിൻ്റെ ജയന്തി ദിവസം അല്ലെങ്കിൽ ആ ഗുരു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം നമ്മൾ യാചിക്കുക. ഇന്ന് വരെ എവിടെയെങ്കിലും നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ജന്മദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഘോഷമാണ്. ഇവിടെ ആഘോഷത്തിനൊപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഗതികേടുകൾ ഓരോന്ന് മാറ്റുകയാണ്. ആ സാറ് പറഞ്ഞ പോലെ ഗതികെട്ട് കിടക്കുന്ന ഇതുപോലത്തെ എന്തെല്ലാം സൂക്ഷ്മഭാവങ്ങളുണ്ടോ അതിനെല്ലാം എന്ത് വേണം? രക്ഷപ്പെടേണ്ടത് രക്ഷപ്പെടണമെന്നാണ് ഗുരു പറഞ്ഞു. നശിപ്പിക്കേണ്ടതിനെ ഗുരു നശിപ്പിച്ച് തന്നെ കളയും. നശിപ്പിക്കുക എന്ന് വെച്ചാൽ എളുപ്പമായി നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല, അത് ഒന്നേന്ന് തുടങ്ങാനുള്ള വഴിയിലെത്തുകയാണ് ആ എനർജി. മറ്റേതെന്താ? കടന്നു പോവുകയാണ് അല്ലേ? നിങ്ങൾ വിചാരിക്കുക എന്താ നശിപ്പിച്ച് കളയാ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ചോദിച്ചത് എന്താ? ഇങ്ങനെ നാക്കി വിടണമല്ല. അതിൻ്റെ ആ പൈശാചികത്വം കളഞ്ഞിട്ട് അതിൻ്റെ ആ സ്ഥായി ഭാവത്തിലെത്തിയിട്ട് ആ സ്ഥായി ഭാവം എന്ത് ചെയ്യും? ഒരു അണുവിൽ നിന്ന് തുടങ്ങും പിന്നെയും പരിണമിക്കുക. അങ്ങനെ പരിഗണിച്ചവരാണ് നമ്മളെല്ലാവരും. നിങ്ങൾ വിചാരിക്കണം ഇവിടെ വന്ന് ഇങ്ങനെ 12 ദിവസമായി ഡയലോഗ് അടിക്കണമെന്ന് വിചാരിക്കുന്നത് ഒരു സുപ്രഭാതത്തിനുണ്ടായെന്നല്ല. ഇതിന് യുഗത്തോളം പഴക്കമുണ്ടെന്നാണ് ഗുരു പറഞ്ഞു. അങ്ങനെ എത്തിയ നമ്മളാണ് ഒരു കയറിൽ തൂങ്ങാൻ നോക്കണം. അഭിമാനത്തിൻ്റെ പേര്. അതുകൊണ്ടാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ഗുരു എന്താ ചെയ്യുക? ശക്തമായ ശിക്ഷയുണ്ടാവും, ഇപ്പുറത്ത് ഗുരുവിൻ്റെ കൈയും ഉണ്ടാവും. അടിച്ചിങ്ങനെ വീഴുമ്പോൾ നമ്മളിവിടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. എത്രയോ പേരുടെ കാര്യം എനിക്കറിയാം. ആശ്രമത്തെ ഇറക്കി വിടടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇപ്പുറത്ത് കൂടെ വിളിച്ചിട്ട് ഇടാ, അവനെ നോക്കിക്കോളും, അവനെ വിടരുത്, അവനെവിടെയെങ്കിലും നിർത്തണം. അത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവൻ്റെ പൃഥുവും അവൻ്റെ ആരാധനാമൂർത്തിയിലും ചില കുഴപ്പങ്ങളാണ്. സാരില്ല, അവനോട് കിട്ടിയ അവളെ വിടരുത്, നമ്മളെ ഇറക്കിയൊക്കെ വിടും, കിട്ടും ഇറങ്ങിക്കോളം എന്നൊക്കെ പറയും. അപ്പുറത്ത് കൂടെ വിളിച്ചുകൊണ്ട് അപ്പുറത്ത് നിർത്തേണ്ടി വരും. എത്രയോ സംഭവങ്ങളുണ്ടായി. അതാണ് കാരുണ്യത്തിൻ്റെ കാരുണ്യ സ്വരൂപനായ ഗുരുവിൻ്റെ ധർമ്മം. അതുകൊണ്ട് നിങ്ങൾ അധികം ഞാനത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആഹാരം നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നവപൂജിതം ആര് ചോദിച്ചാലും ദയവ് ചെയ്ത് മനസ്സിലാക്കുക, യുഗങ്ങളായി വന്ന തെറ്റിനെ തിരുത്താൻ ദൈവം നമ്മുടെ മുന്നിൽ മനുഷ്യരൂപമെടുത്തതിൻ്റെ പൂജാതനാവ പറഞ്ഞ പ്രത്യക്ഷത്തിൽ വരിക അല്ലേ? അത് പുതിയതാണ്. ഇന്ന് വരെ വരാത്ത ഒരു ധർമ്മത്തിലാണത് വന്നത്, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ ഈ സൂക്ഷ്മത്തിനും തുടങ്ങി എന്ത് മോചനം. ഒന്നൊന്നായിട്ടാണ് ഗുരു കൊടുത്തത്. 74 ഗുരു അതിൻ്റെ പൂർത്തീകരണം തുടങ്ങിയത്. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ കൊമ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ ഓരോ പവർ റൂമിൽ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ അന്തരീക്ഷം ശുദ്ധിയാവുന്നുണ്ട്. 10,58 ലക്ഷം വർഷത്തിൻ്റെ പഴക്കമുണ്ട് ആ കെടുതിക്ക്. അതൊരു സുപ്രഭാതം കൊണ്ട് തീരെ നിങ്ങൾ വിചാരിക്കേണ്ട. സമയമെടുക്കുന്ന 350 വർഷം കൊണ്ടാണ് ഇതിൻ്റെ ആദ്യഘട്ടം കഴിയുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞു. പക്ഷെ നമ്മൾ ആവശ്യം എന്താ? ഇപ്പോൾ ഇന്ന് നാളെ കിട്ടണം. കിട്ടില്ല, അതൊക്കെ വെറുതെ വിട്ടിത്തരമാണ്. പതുക്കെ തുടങ്ങും. പക്ഷേ അതിൻ്റെ കാര്യകാരണം ഗുരു പറഞ്ഞു തരും. ഇന്നതാണ് ഇതിൻ്റെ കാരണം, ഇന്നതാണ് ഇതിൻ്റെ ഇതിങ്ങനെ മാറുള്ളൂ, സമയമെടുക്കും.
അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ കാരുണ്യത്താൽ ആ നവപൂജിതത്തിൽ പങ്കെടുക്കാനും അതിൽ പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഭാഗമാക്കാനും സാധിക്കട്ടെ. പോകാൻ പറ്റാത്തവരെന്ത് ചെയ്യണം? ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അവിടെയും നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക, ദൈവത്തോട് നന്ദി പറയുക. എനിക്കിങ്ങനെ ഒരു ഗുരുവിനെ തന്നില്ലേ? ദേവേന്ദ്രനും ദേവീധരനും ത്രിമൂർത്തികൾക്കും ശിവനും വിഷ്ണുവും യേശുവിനും മറ്റവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം തന്ന ദൈവത്തോട് ഒരിക്കൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. എന്തിന്? എനിക്ക് മാർഗം പറഞ്ഞു തന്ന് രക്ഷപ്പെടാനുള്ളതും ഇനി മനുഷ്യൻ ജന്മമില്ലാത്ത അവസ്ഥ അല്ല, മൃത്യുമാ അമൃതം ഗമയ ജനിമൃതി ഹരണം കരുണാകരജയ അല്ലേ, നമുക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.